ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ട്രിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരു മൈസൂർ ട്രിപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്ത് നിന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നാളെ രാവിലെ മുതലാണ് നമ്മുടെ മൈസൂരിൻ്റെ ട്രിപ്പ് തുടങ്ങുന്നതെല്ലാം. അപ്പോൾ ഇവിടുത്തെ എല്ലാം റെഡിയായി അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നോക്കുക അവിടുത്തെ ബാത്റൂം കാര്യങ്ങളാണ്. ഞാൻ നോക്കാറ് ബാത്റൂം കാര്യങ്ങളാട്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, വൃത്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഹോട്ടലിലേക്ക് വന്നത്. പിന്നെ അവിടെ നമ്മളന്ന് ഫുൾ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെ രാവിലെ നമ്മൾ നേരത്തെ നീച്ച് ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഫുഡ് കഴിക്കണമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചിട്ട് നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ എന്തിനും. അപ്പം നമ്മളിവിടെ കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നോൺ വെജും ഉണ്ട്, ഇവിടെ വെജും ഉണ്ട്. നമ്മുടെ പട്ടിക്കുട്ടി ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ അവിടേക്ക് പോയി. ഇനി നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഞാൻ ഇപ്പപ്പാനെയും പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ് വിശക്കുണ്ട്, എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്ഥലത്തേക്കൊക്കെ പോകണ്ടേന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയുണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഇഡ്ഡലി, അതുപോലെ തന്നെ പൂരി, വടയൊക്കെ പിന്നെ നമുക്കിങ്ങനെ കിട്ടുന്നത് തന്നെയാണ് ഈ ദോശയുടെ ഒക്കെ കൂടെ. പക്ഷെ നമ്മൾ വീണ്ടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ വടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഈ തമിഴ്നാട്ടിലത്തെയും കർണാടകത്തെയൊക്കെ വട എന്ന് പറയുന്നത് വേറെ ലെവൽ വടയാണ് അവിടുത്തെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആദ്യം പോകാൻ പോകുന്നത് മൈസൂർ പാലസ് കാണുക. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മൾ കുറേ ഇങ്ങനെ വള, മാല അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന ആളുകളുണ്ടാവില്ലേ. അപ്പം നിങ്ങൾ എവിടുന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചതാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയുക, ആണോ നിങ്ങൾ ആ രംഗണ്ണൻ്റെ നാട്ടിൽ നിന്ന് വരികയല്ലേ, ഫഹദ് ഫാസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ അങ്ങനെ പൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ നമ്മളിവിടെ മൈസൂർ പാലസൊക്കെ എത്തി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ 7th നിന്നും പോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അതായത് ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ വേറൊരു വൈബായിരുന്നു. ഇവിടുന്ന് കുറച്ച് വീഡിയോസ്, റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിത് കാണുമ്പോൾ വലിയൊരു പുതുമ കാര്യങ്ങളെന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ, ഒരു രസമാണ്. നമ്മൾ എത്ര കണ്ടാലും അതിനുള്ളത് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊരു ത്വരല്ലേ. ആ ഒരു സംഭവം വന്ന് നമ്മുടെ എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കുറേ ഷെയ്ക്കായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ പേര് മുന്നുകൂടെ നടക്കുന്നൊക്കെ ഉണ്ട്, അവരും കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഈ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ലൈറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മളൊരു വെറൈറ്റി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഓരോ ചിത്രങ്ങൾ കാര്യങ്ങൾ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇമ്മച്ചിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ അവരുടെ ചിത്രത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അടിയിൽ എന്ന് വരച്ചതാണ്, അങ്ങനെ ആര് വരച്ചതാണ്, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 3-4 ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്, കസാര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, രാജാവിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ 3 പോലീസ് ചേച്ചിയും 2 ചേച്ചിമാരും ഒരു പോലീസ് ചേട്ടനോ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തൊടാനൊന്നും നമുക്കങ്ങനെ സമ്മതിക്കൂല. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ അസംബ്ലി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ആ നാടിനെ മുഴുവൻ വിളിച്ച് രാജാവൊക്കെ വിളിച്ച് ഇതാക്കൂലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ കരുതി ശരിക്കും അവിടെ ഒരാൾ ഇരിക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അല്ല, അത് ശില്പമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു രസം തോന്നി. അങ്ങനെ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സൂക്കാണ്. മൈസൂർ വന്നാൽ മൈസൂരിൻ്റെ ടിപ്പു സുൽത്താൻ്റെ പാലസും സൂവും ഇത് രണ്ടും നമ്മൾ വിട്ടുള്ളൊരു കളിയില്ല. അത് എല്ലാവരും അങ്ങനെയാണ്. മൈസൂർക്ക് വന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സൂക്കും പോയിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു പാലസും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ സൂത്തെ കുറേ മൃഗങ്ങളൊക്കെ കണ്ട് കുരങ്ങന്മാർ തുടങ്ങിയിട്ടുള്ള. ഞാൻ പിന്നെ പാമ്പിനെ കാണാൻ പോയില്ല. അത് എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ, എനിക്ക് പാമ്പിനെ പേടിയാണ്. ഞാനും ഉമ്മച്ചി ഒരേപോലെ കേട്ടോ, ഞങ്ങൾ പാമ്പിനെ കാണാനേ പോകില്ല. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ പ്ലേസാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ നമുക്ക് കയറി അതിനുള്ളിൽ കയറി കാണുകയൊക്കെ ചെയ്യാം. അങ്ങനെ പോയതാണ്. നല്ല മഴയുള്ളൊരു സമയമായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആകെ വെള്ളമൊക്കെ ആയി കിടക്കുകയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പള്ളിയുടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും അത് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മൾ ജസ്റ്റ് അത് കണ്ട് പിന്നെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് കേട്ടോ. ഇത് പിന്നെ വല്ലാത്തൊന്നും പറയാനില്ല, സാധാ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ആയിരുന്നു പള്ളിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയി ഒരു ചെറിയ വീഡിയോ എടുത്ത് പിന്നെ ഇനി നമ്മൾ ഇന്നൊന്നുമില്ല, ഇനി നമുക്ക് എന്താ പോകാമെന്നുള്ളൊരു രീതിയിൽ നിന്നപ്പോഴാണ് ഇത് ഈ ഒരു സംഭവം ഞങ്ങൾ അപൂർവമായിട്ട് കാണുന്നത്. അതായത് സൺഫ്ലവറിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അവിടെ കണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സൺഫ്ലവേഴ്സിനെ കാണുന്നത്. അതും കുറേ സൺഫ്ലവേഴ്സ് തല താഴ്ത്തി, അതുപോലെ തന്നെ കുറേ എണ്ണം എന്നെ നോക്കി ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പക്ഷേ താഴ്ന്ന അതിനൊക്കെ കണ്ടപ്പോൾ ശരിക്കും സഹതാപം തോന്നി. പിന്നെയാണ് അവർ പറഞ്ഞത് ഒരു സൺഫ്ലവർ സീസൺ അല്ല ഇപ്പോൾ, ആ ഒരു സൂര്യകാന്തിൻ്റെ സീസണൊന്നും അല്ല, അതുകൊണ്ടാണെന്ന്. അപ്പം നമുക്ക് കുറച്ച് സങ്കടമായിട്ടുണ്ട്. കുറച്ചൊരു നിർഭാഗ്യം വെച്ചാൽ നമുക്കത് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല, എന്നാലും ഇങ്ങനെ കാണാൻ കഴിഞ്ഞു. അതന്നെ വലിയൊരു ഭാഗ്യം. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുമെന്നറിയാം, എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് ഇരിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ആൻഡ് താങ്ക് യു. അസ്സലാമു അലൈക്കും.